അപകടം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിമാരുടെ പ്രതികരണമെത്തി. അതും അപകട സ്ഥലത്തിന് തൊട്ടടുത്തു നിന്നുകൊണ്ട്. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. സാരമായ പരിക്ക്, വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് മാത്രമേ ചെറിയ പരിക്കുള്ളൂ. അല്ല, അവർ അടച്ചിട്ടിരുന്ന ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നല്ലോ, ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇത് അപ്പുറത്ത് വാടപ്പുറത്താ. മതിലുകൾ പൊളിച്ച് ചെറിയ ഇടനാഴിയിലൂടെ മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്തേക്ക് എത്തിച്ചപ്പോഴേക്ക് പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞു. ഒരു മനുഷ്യജീവൻ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെന്ന ജാഗ്രതയും വേഗതയും തിരച്ചിലിന് ഉണ്ടായിരുന്നില്ല. ദൃക്സാക്ഷികളെ ആരും മുഖവിലക്കെടുത്തുമില്ല. 1 മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്തി. 2 മണിക്കൂർ വൈകി എന്നുള്ളതാണ്. ഇത് സംഭവിച്ചപ്പോൾ തന്നെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേനെ, നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ആരുമില്ലായിരുന്നു, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത്. അതാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒടുവിൽ ആദ്യം പറഞ്ഞത് തിരുത്തേണ്ടി വന്നു മന്ത്രിമാർക്ക്. വിവരം നൽകിയവർക്ക് തെറ്റുപറ്റിയതാണത്രേ. ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. അപ്പോൾ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതൊരു പ്രാഥമിക ഘട്ടമാണ്, വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും. നിങ്ങളുടെ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പാടെ നിങ്ങളോട് പറയുന്നു. വീഴ്ച ആരുടേതാണെന്നും കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നും കലക്ടറുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് തീരുമാനമുണ്ടാകുമെന്ന വിശദീകരണത്തോടെ തൽക്കാലം തടി തപ്പി. ആടി ഉലഞ്ഞു വീണ കെട്ടിടത്തിനടിയിൽപ്പെട്ട വീട്ടമ്മയെ രക്ഷിക്കുന്നതിന് മുൻപ് നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ മുഖം രക്ഷിക്കാൻ ഇറങ്ങരുതായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.